പ്രേക്ഷകരെ, ഇപ്പോൾ ഉടനടി വാർത്തയുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ബീഫാണ്. ബീഫെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് ബീഫ് വ്യാപാരം, ഇറച്ചിക്കട. നമുക്കറിയാം, ഇറച്ചിക്കടയിൽ ഏതാണ്ടൊരു കുറഞ്ഞതൊരു ആയിരക്കണക്കിന് ആളുകളാണ് പണിയെടുക്കുന്നത്. എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പം നമുക്കറിയാം, കേരളത്തിലൊഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മാടുകൾ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഇറച്ചിക്കടകൾ പ്രവർത്തിക്കത്തുള്ളൂ. ഒരു കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മറ്റും എല്ലായിടത്തും അതുപോലെ ആടുമാടുകൾ, അതുപോലെ തന്നെ പോത്തുകൾ വളർത്തുന്ന ഫാമുകളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറിപ്പോയി. പക്ഷേ ഇന്ന് ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ദുരിതത്തിലാണ്. കഴിഞ്ഞ 6-7 തീയതികളിൽ, ഇന്നും ഇന്നലെയും ഇപ്പം നമുക്കറിയാം, അതായത് ഇറച്ചി കടകൾ അടഞ്ഞു കിടക്കുക, മാടുകളെ കിട്ടാനില്ല. നമ്മൾ പലപ്പോഴും പരാതി പറയുന്നൊരു വിഷയമാണ്. കാരണം ഇറച്ചിക്ക് ഭയങ്കര വിലയാണ്, 450 രൂപയാണ്, 500 രൂപയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവർ ഇറച്ചി വ്യാപാരം നടത്തണമെങ്കിൽ ഇതിന് മാടിനെ കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇറച്ചിയുടെ വ്യാപാരം മനസ്സിലായാലും 250 രൂപ 300 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്. അത് ഏത് നിലയിലാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ബിസിനസ്സിന് ചിലപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, അത് നല്ല കാര്യം. പക്ഷേ നമ്മുടെ തെക്കൻ കേരളത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ 450 രൂപ, 480 രൂപ, 500 രൂപ നിരക്കിലാണ് പോത്തിറച്ചി കിട്ടുന്നത്. എന്നറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ആവശ്യമുണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു കല്യാണമുണ്ടാകുമ്പോൾ, മറ്റ് ആവശ്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ഇറച്ചിക്കടകളെ. ഓടിച്ചെന്ന് 2 കിലോ ഇറച്ചി വേണം, 1 കിലോ ഇറച്ചി വേണം, അത്യാവശ്യമാണ്. മലയാളിക്ക് ഒരു കാരണവശാലും ബീഫ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഉപേക്ഷിക്കാൻ പറ്റത്തില്ല മലയാളിക്ക്. ബീഫ് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചിക്കൻ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചിക്കൻ്റെ പ്രശ്നം വരുമ്പോൾ സർക്കാർ വരെ അടിയന്തര ഇടപെടൽ നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇടപെടൽ നടത്തി എന്താണ് ഇതിന് പ്രശ്നത്തിനൊരു പരിഹാരം, ഇത്തരം വ്യാപാരം നടത്തുന്നവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഒരു പരിധിവരെ. ഇല്ല, സർക്കാരിനുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിക്കുണ്ട്. അപ്പം അധികൃതർ ഇത് തയ്യാറാകണം. കാരണം ഈ മേഖല തകരാൻ പാടില്ല. തകർന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയാകും. അതുപോലെ തന്നെ ബീഫ് കിട്ടാതെ വരും. നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ, ഒരു ക്രിസ്മസ് ആയാലും ബക്രീദ് ആയാലും ചെറിയ പെരുന്നാളായാലും ഇറച്ചിക്കടയ്ക്ക് ക്യൂ ആണ് നിൽക്കുന്നത്. എന്തിനാണ്? ഇറച്ചി കിട്ടാൻ വേണ്ടി, ബീഫ് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പം ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്ത കാര്യം, വിവാഹം നടത്തണമെങ്കിൽ വിവാഹത്തിന് നിർബന്ധമായിട്ടും ആരും കോഴിയിറച്ചി അപൂർവമായിട്ട് കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ നടത്തുന്നു. പക്ഷേ ബീഫ് നിർബന്ധമാണ്.